പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 6 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതൊക്കെ മുന്നണികൾക്കായിരിക്കും വിജയസാധ്യത എന്നതിനെക്കുറിച്ച് ഒരു അവലോകനം നടത്തിയിരുന്നു. ഇന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ അവസാന നിയമസഭാ മണ്ഡലം കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ അത് എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നേരത്തെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ പുനരേകീകരണത്തെ തുടർന്നാണ് അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാകുന്നത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന അണ്ടൂർക്കോണം, മംഗലാപുരം, കഠിനംകുളം പഞ്ചായത്തുകളൊക്കെ വേറെ മണ്ഡലങ്ങൾ, അതായത് അണ്ടൂർക്കോണം നെടുമങ്ങാട് മണ്ഡലത്തിലും അതുപോലെ കഠിനംകുളവും മംഗലാപുരവും ചിറയൻകീഴ് മണ്ഡലത്തിലും പോയി. അതാണിപ്പോൾ അവിടെ ഉള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. നമ്മൾ 2021 ഇലക്ഷൻ്റെ ഒരു സ്ഥിതിവിവര കണക്കെടുക്കുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ BJPയുടെ സ്റ്റാർ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ 23,497 വോട്ടുകൾക്ക് ഇവിടെ പരാജയപ്പെടുത്തി. നമ്മളെപ്പോഴും ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നത് BJPയുടെ സ്റ്റാർ സ്ഥാനാർത്ഥി എന്നാണ്. അതായത് എവിടെയും ഏത് മണ്ഡലത്തിലും ഇടിച്ചു നിൽക്കുവാൻ കഴിയുന്ന വോട്ട് ബാങ്കുകൾ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്നാണ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയാറുള്ളത്. പക്ഷേ 2016 അവിടുത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്ന V മുരളീധരൻ്റെ ഒരു പ്രകടനവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ പ്രകടനം കഴക്കൂട്ടം മണ്ഡലത്തിൽ മോശമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം 2016 V മുരളീധരൻ വെറും 7,347 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ കടകംപള്ളി സുരേന്ദ്രനോട് പരാജയപ്പെടുന്നത്. അതായത് കടകംപള്ളി സുരേന്ദ്രന് കടുത്ത ഒരു മത്സരം കൊടുക്കുവാൻ V മുരളീധരന് കഴിഞ്ഞിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ 2021 അവിടെ മത്സരിക്കുവാൻ വരുമ്പോൾ 23,497 വോട്ടുകൾക്കാണ് അതേ കടകംപള്ളി സുരേന്ദ്രനോട് പരാജയപ്പെടുന്നത്. അതായത് കടകംപള്ളി സുരേന്ദ്രന് കടുത്തൊരു മത്സരം കൊടുക്കുവാൻ V മുരളീധരന് കഴിഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രന് അത് കഴിഞ്ഞില്ല. വലിയ മാർജിനിൽ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്തിൽ നിന്ന് പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നമ്മൾ ഈ കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴക്കൂട്ടം മണ്ഡലം നേരത്തെ പറഞ്ഞതുപോലെ പഴയ ചിറയൻകീഴ്, അതായത് ഇപ്പോൾ നിലവിലുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് അത് പുനർനിർണയം നടത്തുമ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷൻ വാർഡുകളോടൊപ്പം ചേർന്ന് അത് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലമാകുന്നത്. 2001 അവിടെ MA വാഹിദ്, അദ്ദേഹം കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് സ്വതന്ത്രനായി, കോൺഗ്രസ് നേതാവായിരുന്ന, നേരത്തെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന MA വാഹിദ് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം. അന്ന് UDFൻ്റെ സ്ഥാനാർത്ഥി മുഹമ്മദ് അലി നിഷാദ് ആയിരുന്നു. അദ്ദേഹം വെറും 10,000 വോട്ടുകൾ മാത്രമാണ് നേടിയത്. ബിന്ദു ഉമർ എന്ന് പറയുന്ന CPMൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി സ്വതന്ത്രനായി കോൺഗ്രസ് റിബലായി നിന്ന് മത്സരിച്ച് MA വാഹിദ് വിജയിച്ച ഒരു മണ്ഡലമാണ്. 2006 2011 അദ്ദേഹം അവിടെ നിന്ന് വിജയിക്കുന്നുണ്ട്. 2006 കടകംപള്ളി സുരേന്ദ്രനെ പരാജയപ്പെടുത്തുന്നുണ്ട്. 2011 അജയ്കുമാറിനെയും അദ്ദേഹം പരാജയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ 2006 മണ്ഡല നിർണയം അത് MA വാഹിദിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതീക്ഷകളെ ആ മണ്ഡലത്തിൽ ഇല്ലാതാക്കിയെന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കുകളായിരുന്ന, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബ വീടൊക്കെ ഉൾപ്പെടുന്ന കഠിനംകുളം, മംഗലാപുരം പഞ്ചായത്തുകൾ, ഈ 2 പഞ്ചായത്തുകൾ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ ചേർന്നു. അതുപോലെ അദ്ദേഹത്തിന് നല്ല വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന അണ്ടൂർക്കോണം അത് നെടുമങ്ങാട് മണ്ഡലത്തിൽ ചേർന്നു. ഇതാണ് പിന്നീട് അവിടെ MA വാഹിദിൻ്റെ പ്രതീക്ഷകളെയൊക്കെ അസ്തമിച്ചത്. 2016 അദ്ദേഹം ഈ V മുരളീധരനോടും ഒപ്പം ഈ കടകംപള്ളി സുരേന്ദ്രനോടും ഏറ്റുമുട്ടി 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ. അന്ന് കടകംപള്ളി സുരേന്ദ്രൻ 7,347 വോട്ടുകൾക്ക് വിജയിക്കുകയും V മുരളീധരൻ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. MA വാഹിദ് അവിടെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് അദ്ദേഹത്തിൻ്റെ സ്വാധീനമുള്ള സ്ഥലങ്ങളൊക്കെ മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. നേരത്തെ പറയുന്നത് പോലെ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഈ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം അന്ന് 2006 മണ്ഡല പുനർനിർണയമാണ്. അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ മണ്ഡല പുനർനിർണയത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ BJPക്ക് അനുകൂലമായും CPMന് അനുകൂലമായും തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങൾ വെട്ടിമുറിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും അടുത്തൊരു ഇലക്ഷൻ്റെ പടിവാതിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികൾ എന്ന് നോക്കുമ്പോൾ അവിടെ 2 ടൈം നിബന്ധന ബാധകമാകില്ല എന്ന് തന്നെയാണ് സൂചനകളൊക്കെ വരുന്നത്. അതായത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയായിരിക്കും അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി. ഒരുപക്ഷെ അദ്ദേഹം അല്ലെങ്കിൽ ആ സീറ്റ് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. കാരണം V മുരളീധരൻ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തിൽ തന്നെ അദ്ദേഹമുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BJPയുടെ വാഹന ജാഥ കഴക്കൂട്ടം മണ്ഡലത്തിൽ
നയിക്കുന്നത് വി മുരളീധരനാണ് എന്ന വാർത്ത പുറത്തു വരുന്നു. അതായത് അതിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹം കഴക്കൂട്ടം മണ്ഡലത്തിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയായിരിക്കും അവിടെ എതിരാളി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 3 ടേം എന്നത് ഇപ്പോൾ 2 ടേം എന്നത് ഇവിടെ കടകംപള്ളി സുരേന്ദ്രന് ബാധകമാകില്ല. കാരണം പിണറായി വിജയന് അദ്ദേഹം അതിനുവേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ നിയോഗിക്കും. കാരണം ഇപ്പോൾ മൂന്നാമതും എന്തു വില കൊടുത്തും അധികാരത്തിൽ വരിക എന്നാണ് CPMന്റെ ലക്ഷ്യം എന്നതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയായിരിക്കും അവിടെ എതിരാളി. വി മുരളീധരൻ തന്നെയായിരിക്കും അവിടെ BJP സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കുകയാണ്. കാരണം വി മുരളീധരൻ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും അവിടെയും വീടെടുത്ത് അദ്ദേഹം നല്ലതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ വോട്ട് വിഹിതം അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. നേരത്തെയും അവിടെ 2019 ഈ കഥ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രനെ വർദ്ധിപ്പിച്ചതിനേക്കാൾ അധികം വോട്ടുകൾ അദ്ദേഹത്തിന് അവിടെ വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനോടൊപ്പം ഈ മിഷനറി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ ഫണ്ടൊക്കെ ഉണ്ട്. മാത്രമല്ല SNDPയുടെയൊക്കെ വലിയ പിന്തുണയുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം അവിടെയും വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിരുന്നു. വളരെ ചെറിയ മാർജിനിലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും വി മുരളീധരൻ പരാജയപ്പെട്ടത്. അദ്ദേഹം 3-ാം സ്ഥാനത്തായി എങ്കിലും അദ്ദേഹവും 2-ാം സ്ഥാനത്തുള്ള CPM സ്ഥാനാർത്ഥി വി ജോയും തമ്മിലുള്ള അന്തരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കുറവായിരുന്നു. അതുപോലെ ഇവിടെയും അദ്ദേഹത്തിന് കടുത്ത മത്സരം തന്നെ നടത്തുവാൻ കഴിയും. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ഉറപ്പാകുന്നു. CPMൻ്റേത് കടകംപള്ളി സുരേന്ദ്രനായിരിക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി JS അഖിൽ മണ്ഡലത്തിൽ തന്നെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ വൃത്തങ്ങളൊക്കെ സൂചന നൽകുന്നത്. ഒരുപക്ഷെ MA വാഹിദും അവിടെ മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം MA വാഹിദ് നല്ല മത്സരം അദ്ദേഹം 3-ാം സ്ഥാനത്തായിരുന്നിട്ടും കാഴ്ചവെച്ചിട്ടുണ്ട്. 2016 ചെറിയ അന്തരം മാത്രമേ അന്ന് ഈ 2-ാം സ്ഥാനത്തുള്ള വി മുരളീധരനുമായിട്ട് അദ്ദേഹത്തിനുള്ളൂ. 2021 SS ലാൽ വരുമ്പോൾ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി SS ലാൽ വരുമ്പോൾ വലിയ അന്തരം 2-ാം സ്ഥാനത്തുള്ള BJP സ്ഥാനാർത്ഥിയുമായിട്ട് വരുന്നു എന്ന ഒരു ഘടകം കൂടിയുണ്ട്. SS ലാൽ അന്ന് 2021 വിജയിച്ചിരുന്നുവെങ്കിൽ, UDF അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ആരോഗ്യമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ വലിയ രീതിയിലുള്ള പരാജയമാണ് ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞത് എന്നാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ JS അഖിലിൻ്റെയും ഒപ്പം MA വാഹിദിൻ്റെയും പേരാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കുന്നത്. ഒരുപക്ഷെ MA വാഹിദ് അദ്ദേഹത്തിന് വോട്ട് ബാങ്കുള്ള നെടുമങ്ങാട് മത്സരിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. ഒരുപക്ഷെ പ്രായം പരിഗണിച്ച് അദ്ദേഹത്തെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തുവാനുള്ള സാധ്യതകളുമുണ്ട് എന്നുള്ള ചർച്ചകളൊക്കെ പുറത്തു വരികയാണ്. എന്തായാലും കഴക്കൂട്ടൽ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ അവിടെ BJPയും CPMും തമ്മിലാണ് പ്രധാന മത്സരം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒരു നേരിയ മുൻതൂക്കം മന്ത്രിയൊക്കെ ആയിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം. പക്ഷേ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം വലിയ സംഘാടകനാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അദ്ദേഹം ആറ്റിങ്ങൽ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ച ആളാണ്. മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.